കോഴിക്കോട് കാവിലും പാറയിൽ കനത്ത വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായ സാഹചര്യത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ മന്ത്രി ടി സിദ്ദിഖും നേതൃത്വം നൽകുന്ന ഉന്നതതല സംഘം സന്ദർശനം നടത്തി. എത്രയും വേഗം നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യമായി കർഷകരും രംഗത്തെത്തി. കനത്ത വേനൽ മഴയും പിന്നാലെ എത്തിയ ചുഴലിക്കാറ്റും കാവിലുംപാറ പഞ്ചായത്തിലെ കർഷകരുടെ പ്രതീക്ഷകളാണ് തല്ലിക്കെടുത്തിയത്. പ്രദേശത്ത് വൻതോതിലാണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കിയിറക്കിയ തെങ്ങ്, കവുങ്ങ്, ഗ്രാമ്പൂ തുടങ്ങിയ നാണ്യവിളകളെല്ലാം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 10 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് പ്രദേശത്ത് കണക്കാക്കുന്നത്. കൃഷിനാശത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കർഷകർ പ്രതിഷേധത്തിലാണ്. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് കൃഷിവകുപ്പിലെ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തിനോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതായും കർഷകരെ സഹായിക്കാൻ ആവശ്യമായ എല്ലാ അടിയന്തര നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം സീരിയസ് ആയി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയപരിധി നീട്ടണം എന്നുള്ള കർഷകരുടെ ആവശ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം കൂടെ നീട്ടാനുള്ള നടപടി സ്വീകരിക്കും. വിളകൾക്കുള്ള നാച്ചുറൽ കലാമിറ്റി റിലീഫ് അത് എത്ര കണ്ട് ഉയർത്താൻ പറ്റും ഓരോ ക്രോപ്പിനും സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യവും പ്രത്യേകം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയാണ്. ജനപ്രതിനിധികളായ നാദാപുരം MLA, കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അർഹമായ നഷ്ടപരിഹാരം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന ഉറപ്പിലാണ് ഇപ്പോൾ കർഷകർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.